എൻസിപിയിലെ തർക്കം രൂക്ഷമാവുകയാണ്. മന്ത്രിമാറ്റ ചർച്ചകളിലാണ് തർക്കം രൂക്ഷമായിരിക്കുന്നത്. എൻസിപി പിളർപ്പിലേക്കെന്നാണ് ഇപ്പോഴത്തെ സൂചന. ദേശീയ നേതൃത്വത്തെ ഇടപെടുത്തി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ പി.സി. ചാക്കോ പക്ഷം നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. മന്ത്രിസഭയിൽ എൻസിപി പ്രാതിനിധ്യമില്ലെങ്കിൽ രാജിയില്ല എന്ന നിലപാട് എ.കെ. ശശീന്ദ്രൻ പരസ്യമാക്കുകയും ചെയ്തു. എ.കെ. ശശീന്ദ്രൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയെന്നാണ് എൽ.ഡി.എഫ് കൺവീനറുടെ പ്രതികരണം വന്നത്. മന്ത്രിമാറ്റത്തെ ചൊല്ലി എൻസിപിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. ശരത് പവാറിന്റെ സഹായത്തോടെ സിപിഎം കേന്ദ്ര നേതൃത്വത്തെ ഇടപെടുത്തി മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നു തോമസ് കെ തോമസിന്റെ ശ്രമം. പക്ഷേ ഈ ശ്രമം ഫലം കണ്ടിട്ടില്ല. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തോമസ് കെ തോമസ് രാവിലെ ഡൽഹിയിൽ നിന്നും തിരിച്ചുവന്നു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നില്ലെങ്കിൽ ഇടതു മന്ത്രിസഭയിൽ നിന്നും എൻസിപി മന്ത്രിയെ പിൻവലിപ്പിക്കാനാണ് പി.സി. ചാക്കോ വിഭാഗത്തിന്റെ നീക്കം. എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ശശീന്ദ്രന്റെ നിലപാട്. തോമസിനെ മന്ത്രിയാക്കുന്നതിന് എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമല്ല. എന്നാൽ എൻ്റെ രാജിയിലൂടെ എൻസിപിക്ക് ക്യാബിനറ്റിലുള്ള പ്രാതിനിധ്യം ഇല്ലാതാകുന്നിടത്തേക്ക് കാര്യങ്ങളെത്താൻ പാടില്ല. അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതാണ്. പാർട്ടി പ്രവർത്തകന്മാരങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതേസമയം മന്ത്രിമാറ്റത്തിൽ പാർട്ടി തീരുമാനം നടപ്പാകുമെന്ന പ്രതീക്ഷ തോമസ് കെ തോമസ് കൈവിട്ടിട്ടില്ല. വീണ്ടും മുഖ്യമന്ത്രിയെ കാണും. മന്ത്രി മാറ്റത്തിന്റെ അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതലേ പറയുന്നുണ്ട്. മന്ത്രി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. പവാർജി എന്നെ വിളിപ്പിച്ചത് ഞങ്ങളുടെ ഇവിടെ നടന്ന ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തിരിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ കാണുന്നുണ്ട്. അത് എൻ്റെ വർക്ക് സംബന്ധിച്ചുള്ള കാര്യമായിട്ട് സംബന്ധിച്ച് കാണുന്നത് ഒരെണ്ണം തന്നെ കാണുന്നുണ്ട്. ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം തന്നിരിക്കുന്ന നിർദ്ദേശം അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിക്കും പോകണ്ട, അപ്പോൾ അവർ തീരുമാനിക്കുമല്ലോ. കേന്ദ്ര നേതൃത്വത്തെ വിഷയത്തിൽ ഇടപെടിപ്പിക്കാനുള്ള എൻസിപിയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് സിപിഎം സംസ്ഥാന നേതൃത്വം. മന്ത്രിമാറ്റ ചർച്ചകൾ കേരളത്തിൽ തന്നെ നടക്കണമെന്ന നിലപാട് ടി.പി. രാമകൃഷ്ണൻ പരസ്യമാക്കി. മന്ത്രിമാരെ നിയോഗിക്കുന്നതിനുള്ള അധികാരം, ഭരണഘടനാപരമായ അധികാരം മുഖ്യമന്ത്രിക്കാണ്. അതാണ് ഇതിന്റെ സ്ഥിതി. അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വരേണ്ടുന്ന വിഷയമില്ല. വന്നാൽ തെറ്റൊന്നുമില്ല, വരേണ്ടുന്ന വിഷയമില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആലോചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോ എൻസിപിന്റെ മന്ത്രി എ.കെ. ശശീന്ദ്രനാണ്. അദ്ദേഹം തുടരണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. എൻസിപി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എ.കെ. ശശീന്ദ്രന്റെ നേട്ടമാകുന്നത് മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പമാണെന്ന തിരിച്ചറിവ് എൻസിപിയുടെ ഔദ്യോഗിക വിഭാഗത്തിനുണ്ട്. മുഖ്യമന്ത്രി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ മുന്നണി തന്നെ വിടണമെന്ന അഭിപ്രായം ശക്തമാണ്. ഇരു വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞതോടെ കാര്യങ്ങൾ പാർട്ടിയെ പിളർപ്പിന്റെ വക്കിലേക്കാണ് എത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം കുട്ടമ്പുഴയിലെ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് കോതമംഗലം രൂപത. ജനങ്ങളെ ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുകയാണെന്നും എങ്ങനെ പെരുമാറണം എന്ന് അവർക്കറിയില്ലെന്നും ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ കുറ്റപ്പെടുത്തി. മേഖലയിൽ ട്രെഞ്ച് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ കോതമംഗലം മേഖലയിൽ വനം വകുപ്പ് പ്രശ്നങ്ങൾ വഷളാക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ മികച്ച രീതിയിൽ പെരുമാറുന്നു. എന്നാൽ വനം വകുപ്പ് അങ്ങനെയല്ലെന്നും ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ കുറ്റപ്പെടുത്തുന്നു. DFO വളരെ എതിർമനോഭാവമായിരുന്നുണ്ടായിരുന്നത്. കളക്ടർ വന്നപ്പോഴാണ് ഇനി കളക്ടറിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഫോറസ്റ്റുകാർ അവരെ ഒരു രീതിയിലും നമ്മളെ സഹായിക്കുന്നില്ല, നമ്മൾ എതിരായിട്ട് നിൽക്കുന്നു. ഇപ്പം നമ്മളൊരു എന്താ പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് അവർ. കർഷകരെ കാണുന്നതന്നെ അറിയാമോ, നമുക്കെതിരായിട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട്. അതേസമയം കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ ട്രഞ്ച് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2 വർഷം മുമ്പ് പിണവൂർക്കുടി ആദിവാസി കോളനിയിലെ സന്തോഷിനെ കാട്ടാന ആക്രമിച്ചു കൊന്നതിനെ തുടർന്ന് നൽകിയ വാഗ്ദാനമായിരുന്നു 8 കിലോമീറ്റർ നീളമുള്ള ട്രഞ്ച് നിർമ്മാണം. വൈകിയാണെങ്കിലും ട്രഞ്ച് നിർമ്മാണം ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഉടനിത് പൂർത്തിയാക്കണമെന്നും പ്രദേശവാസികളും പഞ്ചായത്ത് അംഗങ്ങളും പറയുന്നു. എന്താണെങ്കിലും ഇത് ഞങ്ങൾക്ക് ഈ പണിയാൻ തുടങ്ങുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എത്രയും പിടിയുന്ന ഇത് എങ്ങനെയൊന്നും പണി തീർത്ത് വരണം. ആനയുടെ ശല്യം ഭയങ്കരമാണ്. ഈ പണി പൂർത്തീകരിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കി ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം തുടരണം. ട്രെഞ്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് പൂർത്തീകരിക്കണം. അടിയന്തരമായി തന്നെ ഈ താച്ചേരി ഭാഗത്തും ഈ ട്രെഞ്ചിന്റെ പണികൾ തുടങ്ങണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. താച്ചേരി ഭാഗത്ത് ട്രെഞ്ചിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല. അത് പിണർക്കുടി സൈഡിൽ ട്രെഞ്ച് കുത്തി വരുമ്പോൾ ഇനിയും എത്രയോ ദിവസങ്ങൾ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണർക്കുടിയിൽ പണിയുന്നതോടൊപ്പം തന്നെ നാച്ചേരി ഭാഗത്തും ഈ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തും
ഈ ട്രെഞ്ചിന്റെ പണികൾ അടിയന്തരമായി തുടങ്ങണം. ഈ മാസം 27-നാണ് ജില്ലാ കളക്ടർ അവലോകന യോഗം വിളിച്ചിരിക്കുന്നത്. പ്രദേശത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ വിലയിരുത്തൽ അന്നുണ്ടാകും. പദ്ധതികളിൽ പുരോഗതിയില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് ജനകീയ സമരസമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോതമംഗലത്തെ കാട്ടാന ആക്രമണത്തിന് പിന്നാലെ വന്യജീവി ആക്രമണ ഭീതിയിലാണ് തൃശൂരിലെ വനാതിർത്തി പങ്കിടുന്ന മേഖലകളും. തൃശൂരിൽ 2 കാട്ടാനയും 1 കടുവയും ഇറങ്ങി. അതിരപ്പിള്ളിയിലെ ജനവാസ മേഖലയായ വെറ്റിലപ്പാറ 14-ലും പാലപ്പിള്ളിയിലുമാണ് കാട്ടാന ഇറങ്ങിയത്. വെറ്റിലപ്പാറയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ആനകൾ ഇറങ്ങിയത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ടോർച്ചടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ നീങ്ങി കൊടുത്തില്ല. അവിടെ നിന്ന് ആ തെങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നീങ്ങി ഈ വാഴ കളഞ്ഞു. പിന്നെ മൊത്തം കളഞ്ഞതിന് ശേഷമാണ് പോയത്. ഇതിനിടയിൽ ഞാൻ ആനേനെ ഓടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആന എന്നെ തിരിഞ്ഞു ഓടിപ്പിച്ചു. എന്നെ കൊല്ലാൻ വന്നു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഓടില്ലാന്നുണ്ടെങ്കിൽ എന്നെ ആക്രമിച്ച് ശരിയാക്കിയാനെ. ഇത് ഡെയിലി വരാം. പക്ഷേ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ശാശ്വത പരിഹാരം വെച്ച് കഴിഞ്ഞാൽ ഈ ആന വരുന്നത് അക്കരയെന്നാണ്, പുഴയ്ക്കക്കരയെന്ന് വരുന്നത്. പുഴം തീരത്ത് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആന ഇങ്ങോട്ട് വരില്ല. അത് ചെയ്താൽ മതി. പാലപ്പിള്ളിയിൽ പുലർച്ചെ 4 മണിക്കിറങ്ങിയ കാട്ടാന കൃഷിയിടങ്ങളിൽ നിലയുറപ്പിച്ചു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. കാട്ടാന മാത്രമല്ല പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. പാലപ്പിള്ളിയെ ഭീതിയിലാക്കി കടുവയിറങ്ങിയതും പരിഭ്രാന്തി കൂട്ടി. KFRAയ്ക്ക് സമീപം പ്രദേശവാസികളാണ് കടുവയെ കണ്ടത്. റോഡ് മുറിച്ച് കശുമാവിൻ തോട്ടത്തിലേക്ക് കടുവ ചാടിയതായി പ്രദേശവാസികൾ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായി. ന്യൂസ് 18 തൃശൂർ. MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ അനുമതി കിട്ടി. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനാണ് അനുമതി കിട്ടിയിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, നിലവിൽ അദ്ദേഹത്തിനെതിരെ 3 അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് DGP ആയിട്ട് സ്ഥാനക്കയറ്റം നൽകുന്നതിൽ തടസ്സമല്ല എന്ന് നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നതാണല്ലോ. ഇപ്പോൾ അതിന് അതേപടിയുള്ള അംഗീകാരമാണോ മന്ത്രിസഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്? മഞ്ജുഷ, ഇതുവരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അജിത് കുമാറിനെതിരെ പല ആരോപണങ്ങളുണ്ടെങ്കിലും ത്രിതല അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒരു FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണമില്ല. ഏതെങ്കിലും കേസിൽ പ്രതിയല്ല. ഈ അനധികൃത സ്വത്ത് സമ്പാദനം, PV അൻവർ ഉന്നയിച്ച ആരോപണമാണ്. അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. MR അജിത് കുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച രേഖകൾ വിജിലൻസ് സംഘം തേടുകയും ചെയ്തിരുന്നു. ഇതുവരെയും FIR രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വകുപ്പ് തലത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനക്കയറ്റത്തിന് മറ്റെന്തെങ്കിലും തടസ്സമില്ല. കോടതിയിൽ ഏതെങ്കിലും കേസുകൾ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ DGP സ്ഥാനത്തേക്ക് ഉയർത്താമെന്നുള്ള ആ ശുപാർശ ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നത്. സുരേഷ് രാജ് പുരോഹിതും അതോടൊപ്പം തന്നെ MR അജിത് കുമാർ, ഈ 2 പേരാണ് സീനിയോറിറ്റി അനുസരിച്ച് അടുത്ത് DGP റാങ്കിലേക്ക് വരേണ്ട ആളുകൾ. ഇതിൽ സുരേഷ് രാജ് പുരോഹിതായിരിക്കും ആദ്യം DGP റാങ്കിലേക്ക് എത്തുക. അദ്ദേഹത്തിനാണ് സീനിയോറിറ്റി. തൊട്ട് പിന്നാലെ അജിത് കുമാറും എത്തും, MR അജിത് കുമാറും എത്തും. നേരത്തെ MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ P വിജയന് സ്ഥാനക്കയറ്റം നിഷേധിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹം ADGP ആകേണ്ടതായിരുന്നു. IG റാങ്കിൽ തുടരേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇന്റലിജൻസ് ADGP ആണ്. സമാനമായ സാഹചര്യത്തിലൂടെയാണ് MR അജിത് കുമാർ കടന്നുപോയതെങ്കിലും അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകളോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിയോ ഉണ്ടായില്ല. നേരത്തെ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്തുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത്. CPIയുടെ അടക്കം എതിർപ്പുകൾ ഉയർന്നു വന്ന സാഹചര്യം, തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MR അജിത് കുമാറിനെ നേരത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പക്ഷേ സസ്പെൻഷൻ പോലുള്ള നടപടിയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നില്ല. ഏതായിരുന്നാലും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ ഇപ്പോൾ മന്ത്രിസഭാ യോഗം. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് സർക്കാർ നീക്കിയ MR അജിത് കുമാർ ADGPക്ക് DGP പദവി നൽകാമെന്നാണ് ഇപ്പോൾ മന്ത്രിസഭാ തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. നിലവിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസ് അന്വേഷണം, RSS നേതാവിനെ കണ്ടതിലുള്ള അന്വേഷണം, അതേപോലെ തന്നെ തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലുള്ള അന്വേഷണം, ഈ 3 അന്വേഷണങ്ങൾ നേരിടുന്നയാളാണ് ADGP MR അജിത് കുമാർ. പക്ഷേ ഒരു FIRഉം MR അജിത് കുമാറിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ഇത്തരമൊരു ശുപാർശ നൽകാൻ കാരണം. ആ ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു.
മറ്റൊരു വാർത്തയിലേക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BR അംബേദ്കറെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം വില കുറഞ്ഞ തന്ത്രങ്ങൾ കളിക്കുകയാണെന്നായിരുന്നു BJPയുടെ ആരോപണം. ഇന്നലെ രാജ്യസഭയിൽ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചർച്ചയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. BR അംബേദ്കറുടെ പേരുപയോഗിക്കുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നുവെന്നും അംബേദ്കർ 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 എന്ന് പറയുന്നത്ര ദൈവത്തിനെ വിളിച്ചാൽ സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കും എന്നായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. രാവിലെ തന്നെ പ്രതിപക്ഷ MP-മാർ അംബേദ്കറുടെ ഫോട്ടോയുമായി ആഭ്യന്തരമന്ത്രി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചു. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധം. ജയ് ഭീം മുദ്രാവാക്യമുയർന്നു. ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തിയത്. മനുസ്മൃതി പിന്തുടരുന്നവർക്ക് സ്വാഭാവികമായും അംബേദ്കറെ കൊണ്ട് വിഷമം തോന്നുമെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ BJP ത്രിവർണ പതാകയെയും അശോകചക്രത്തെയും എതിർക്കുന്നുവെന്ന് വീണ്ടും തെളിയിച്ചതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. അതേസമയം അമിത്ഷയെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ന്യായീകരിച്ചു. അംബേദ്കറെ തെരഞ്ഞെടുക്കുന്നത് 2 തവണ കോൺഗ്രസ് തടഞ്ഞു. ബുദ്ധമത വിശ്വാസിയായ അംബേദ്കറിന് നിയമമന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. 73 വർഷങ്ങൾക്ക് ശേഷം ബുദ്ധമതക്കാരനായ തന്നെ നിയമമന്ത്രിയാക്കിയത് മോദി സർക്കാരാണെന്നും കിരൺ റിജിജു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള BJP MP-മാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ വിട്ടുനിന്നത് വിവാദമാവുകയാണ്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ്, ജഗദാംബിക പാൽ, ശന്തനു ഠാക്കൂർ എന്നിവരാണ് വിട്ടുനിന്നത്. ഈ സംഭവത്തിൽ വിശദീകരണം തേടാൻ ഒരുങ്ങുകയാണ് BJP. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ സുപ്രധാനമാണെന്ന് BJP പാർട്ടിയുടെ MP-മാരെ അറിയിച്ചിരുന്നു. സാന്നിധ്യം നിർബന്ധമാക്കി വിപ്പ് നൽകിയിട്ടും പലരും അത് അവഗണിച്ചത് നേതൃത്വത്തെ ചൊടിപ്പിച്ചു. 20-ലധികം BJP MP-മാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ് തുടങ്ങിയ പ്രമുഖർ വിട്ടുനിന്നത് ചർച്ചയായി. ചിലർക്ക് ന്യായമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. രാജസ്ഥാനിലെ BJP സർക്കാർ 1 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ഭഗീരഥ് ചൗധരിയും ജയ്പൂരിലായിരുന്നു. ഏക് വർഷ് പരിണാം ഉത്കർഷ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായിരുന്നു. വോട്ടെടുപ്പിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ എത്താൻ കഴിയാതിരുന്നവർ ഫ്ലോർ മാനേജർമാരെ അറിയിക്കുകയും മുൻകൂർ അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു. മുൻകൂർ അനുമതി വാങ്ങാത്തവരോട് വിശദീകരണം തേടുമെന്ന് BJP നേതൃത്വം വ്യക്തമാക്കുന്നു. പാർലമെന്ററി പാർട്ടി യോഗങ്ങളിലും സുപ്രധാന സമയങ്ങളിൽ സഭയിലും MP-മാർ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് നരേന്ദ്രമോദി തന്നെ പല അവസരങ്ങളിലും നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. ബില്ലുകൾ വിജയകരമായി അവതരിപ്പിച്ചെങ്കിലും ട്രഷറി ബെഞ്ചിലെ MP-മാരുടെ അസാന്നിധ്യം BJP-ക്കുള്ളിൽ പോലും ബില്ലിനെ എതിർക്കുന്നവരുണ്ടെന്ന് വാദിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കെതിരെ കൂട്ട നടപടി. 4 വൈദികരെ ചുമതലകളിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. വിമത പ്രവർത്തനത്തിന്റെ പേരിലാണ് 4 പേരെയും ചുമതലകളിൽ നിന്ന് മാറ്റിയത്. എന്നാൽ ഈ നടപടി അംഗീകരിക്കില്ലെന്നാണ് വിമതപക്ഷത്തിന്റെ നിലപാട്. ഫാദർ വർഗീസ് മണവാളനെ എറണാകുളം ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കി നേരത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഉത്തരവിറക്കിയതാണ്. പകരം ഫാദർ തരിയൻ ഞാളിയത്തിന് ചുമതല നൽകിയെങ്കിലും വിമത വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം വർഗീസ് മണവാളൻ തൽസ്ഥാനത്ത് തുടർന്നു. ഇതോടെയാണ് അഡ്മിനിസ്ട്രേറ്റർ ചുമതല ഒഴിയണമെന്നും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറണമെന്നും നിർദ്ദേശം നൽകിയിരുന്നത്. ഇതോടൊപ്പം തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ എന്നീ പള്ളികളിലെ വികാരിമാരായിരുന്ന ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടിയുണ്ട്. നേരത്തെ ഇവരെ ഈ 3 ഇടവകകളിൽ നിന്നും മാറ്റി പകരം ഫാദർ തരിയൻ ഞാളിയത്ത, ഫാദർ സക്കറിയാസ് പറനിലം, ഫാദർ കുര്യൻ ഭരണിക്കുളങ്ങര, ജോർജ് മുഞ്ഞേളി എന്നിവരെ അഡ്മിനിസ്ട്രേറ്റർമാരായി നിയമിച്ചിരുന്നു. സഭാ നിർദ്ദേശപ്രകാരം ചുമതല ഏറ്റെടുക്കാനെത്തിയ 3 അഡ്മിനിസ്ട്രേറ്റർമാരെയും തടയുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ജോഷി വേഴപ്പറമ്പിൽ, തോമസ് വാളൂക്കാരൻ, ബെന്നി പാലാട്ടി എന്നിവർക്കെതിരായ നടപടി. ഈ നിർദ്ദേശം ലംഘിച്ചാൽ കാനോൻ നിയമപ്രകാരം വൈദിക പദവിയിൽ നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. അവർക്ക് പകരമായിട്ട് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചെങ്കിലും അഡ്മിനിസ്ട്രേറ്ററെ അവിടെ പ്രവേശിപ്പിക്കുന്നതിൽ അവർ തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളത് ഗൗരവമായ കുറ്റമായിട്ട് കാണുന്നു. അതേസമയം 4 വൈദികർക്കെതിരായ നടപടി അംഗീകരിക്കില്ലെന്നാണ് വിമതപക്ഷത്തിന്റെ നിലപാട്. ഭീഷണിയും ശിക്ഷാ നടപടിയും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ന്യൂസ് 18നോട് പറഞ്ഞു. ആ സത്യവും നീതിയും കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നത്. അപ്പൊ അതിന് നൽകേണ്ട ഉത്തരങ്ങൾ നൽകാതെ വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നതിനെ അത് സ്വീകരിക്കാൻ പറ്റുമോ?
ഒരു പള്ളിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണമെങ്കിൽ കൃത്യമായിട്ട് കാനനിലോ ചില വകുപ്പുകൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങളുടെ പള്ളികളിൽ ഇല്ല. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത കൂടുതൽ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതിനു മുന്നോടിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ ട്രിബ്യൂണൽ ഉടൻ രൂപീകരിക്കും. ന്യൂസ് 18 കൊച്ചി. കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തമിഴ്നാട് തിരുനെൽവേലിയിൽ നിക്ഷേപിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2 ഏജൻസികൾക്കാണ് സർക്കാർ ആശുപത്രിയിലെ മാലിന്യങ്ങൾ കൈമാറുന്നതെന്നും എന്നാൽ ഈ സ്ഥാപനങ്ങളുമായി ആരോഗ്യവകുപ്പിന് നേരിട്ട് ബന്ധമില്ലെന്നും മന്ത്രി പറഞ്ഞു. തിരുനെൽവേലിയിലെ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു വീണ ജോർജ്. തിരുനെൽവേലിയിലെ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ചും RCCയിലെ രേഖാചോർച്ച സംബന്ധിച്ചും ന്യൂസ് 18 വാർത്ത പുറത്തുവിടുകയും സംഭവം രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ഇമേജ് ഉൾപ്പെടെ 2 സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ ആശുപത്രിയിലെ മാലിന്യങ്ങൾ കൈമാറുന്നത്. IMA നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇമേജ്. സർക്കാരിന് സ്വന്തം നിലയിൽ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ഇല്ലാത്തതിനാലാണ് ഏജൻസികൾക്ക് കൈമാറുന്നത്. അത് സംബന്ധിച്ച് അതിന് പ്രത്യേകമായി സർക്കാർ പണം അനുവദിച്ചുകൊണ്ട് ബയോമെഡിക്കൽ വേസ്റ്റ് ഇങ്ങനെ കമ്പനികൾക്ക്, കാരണം നമുക്കതിന് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ആ സംവിധാനങ്ങൾ ഉള്ള കമ്പനികൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സർക്കാരിന് യാതൊരു ബന്ധവുമുള്ള സ്ഥാപനവുമല്ല, അത് മറ്റൊരു സംവിധാനത്തിലുള്ള ഒരു സംഘടനയുടേതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതാണ്. അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഏത് തലത്തിലാണ് അത് ആവശ്യമുള്ളത് ആ തലത്തിൽ തന്നെ. ആശുപത്രി മാലിന്യത്തോടൊപ്പം തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലുള്ള ക്യാൻസർ രോഗികളുടെ വിവരങ്ങളും പുറത്തായിരുന്നു. കീമോതെറാപ്പിക്ക് ശരീരത്തിൽ സ്ഥിരമായി കത്തീറ്റർ ഇടാനുള്ള സമ്മതപത്രം, രോഗിയുടെ പേരും വിലാസവും ചികിത്സാരീതിയും ഭക്ഷണക്രമവും ഉൾപ്പെടുന്ന രേഖകൾ തുടങ്ങിയവ കൂട്ടത്തോടെ ചോർന്നു. ഇക്കാര്യത്തിലും അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ബയോമെഡിക്കൽ വേസ്റ്റിനൊപ്പം പോയിട്ടുള്ളതാണോ എന്നുള്ളത് ആയിരിക്കാം. അപ്പം അതാരാണ് ചെയ്തതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അതിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നോക്കും. ഏതായാലും ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തും. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള മാലിന്യവും തിരുനെൽവേലിയിൽ എത്തുന്നതായാണ് വിവരം. ഇനിയും മാലിന്യം തള്ളിയാൽ തിരികെ മാലിന്യം കേരളത്തിൽ നിക്ഷേപിക്കുമെന്ന് തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ വ്യക്തമാക്കിയിരുന്നു. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്ന പെൺമക്കളുടെ ഹർജി ഹൈക്കോടതി തള്ളി. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും ചെയ്തു. ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പെൺമക്കൾ അറിയിച്ചു. MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിനായി വിട്ടു നൽകണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് പെൺമക്കൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. മധ്യസ്ഥ ചർച്ചയിലും പ്രശ്നപരിഹാരമാകാതിരുന്നതിനെ തുടർന്നാണ് കോടതി നടപടി. വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി പെൺമക്കളായ ആശ ലോറൻസും സുജാതയും രംഗത്തെത്തി. നിയമ പോരാട്ടം തുടരുമെന്നും ഇതിനായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മക്കൾ. 2 പെൺമക്കളുടെ ഹർജിക്ക് പ്രതികൂലമായിട്ട് വന്നിരിക്കണം. അല്ലാണ്ട് മെഡിക്കൽ കോളേജിന് അനുകൂലം എന്ന് പറയാൻ മെഡിക്കൽ കോളേജ് ഇവിടെ ഹർജിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനോടും ഞങ്ങളുടെ അപ്പം പറഞ്ഞിട്ടില്ല, ബോഡി ഡൊണേറ്റ് ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല, അപ്പന്റെ ആത്മകഥയിലും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പോവും. ഞങ്ങൾ 2 പേരും പോവുകയാണ്. അതിന്റെ അഫിഡവിറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് തന്നെ ഒപ്പിടും. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹ ജനന മരണ ചടങ്ങുകളെല്ലാം പള്ളികളിലാണ് നടന്നതെന്നും അസുഖബാധിതനായി കിടന്ന സമയത്ത് ലോറൻസ് പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടെന്നും അപ്പീലിൽ വാദമുയർന്നിരുന്നു. സെപ്റ്റംബർ 21-നാണ് MM ലോറൻസ് മരിച്ചത്. മൃതദേഹം നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. പൊതുനിരത്തിൽ നിന്ന് ഫ്ലക്സ് ബോർഡുകൾ നീക്കാനുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് അടുത്തുണ്ടായിരുന്ന ഫ്ലക്സ് ബോർഡുകൾ നഗരസഭ നീക്കം ചെയ്തു. എന്നാൽ മുൻകൂട്ടി അനുമതി തേടിയവർക്ക് നിശ്ചിത സമയത്തേക്ക് ഫ്ലക്സുകൾ സ്ഥാപിക്കാൻ കോടതി നിർദ്ദേശമനുസരിച്ച് അനുവാദം നൽകും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പൊതുനിരത്തുകളിലെ ഫ്ലക്സ് ബോർഡുകൾ മാറ്റാനുള്ള അവസാന ദിവസം ഇന്നാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. പൊതുവിൽ ഇവിടെ വലിയ തോതിൽ ഫ്ലക്സുകളും സമരപ്പന്തലുകളും ഒക്കെയും കാണുന്നതാണ്. പക്ഷേ സമരപ്പന്തലുകൾ നേരത്തെ തന്നെ ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിരുന്നു. ചില ഫ്ലക്സുകൾ അവശേഷിച്ചിരുന്നു. ആ ഫ്ലക്സുകൾ കൂടി മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ നിയന്ത്രണത്തിൽ വരുന്ന പ്രദേശമാണ്. നഗരസഭയുടെ സ്ക്വാഡുകളാണ്, വിവിധ സ്ക്വാഡുകളാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന ഫ്ലക്സ് ബോർഡുകൾ മാറ്റിയത്. ജില്ലയിലും ആ നിലയ്ക്ക് തന്നെയാണ്. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും അത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ, പൊതുനിരത്തിലെ ഫ്ലക്സ് ബോർഡുകൾ മാറ്റുന്നതിന്
നടപടി സ്വീകരിച്ചിരുന്നു. ഇന്നും സ്ക്വാഡ് വർക്ക് പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ജീവനക്കാർ ഈ തരത്തിൽ തൊഴിലാളികളും ജീവനക്കാരും ചേർന്ന് ബോർഡുകൾ മാറ്റിയിരുന്നു. അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാനുള്ള നടപടിയും ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ ബോർഡുകൾ മാറ്റിയോ എന്ന കാര്യം കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാവുക എന്ന് കരുതുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ നിശ്ചയിച്ച പൊതുപരിപാടികളുണ്ട്, അവർക്ക് ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നതിന് തടസ്സമില്ല. കോടതിയുടെ കൂടി അനുമതിയോടെ അത്തരം പരിപാടികൾക്ക് ഫ്ലക്സ് ബോർഡുകൾ ഉപയോഗിക്കാം. അതിന് നഗരസഭ അനുമതി നൽകും. പക്ഷേ നിശ്ചിത സമയത്തേക്കായിരിക്കും അങ്ങനെ ബോർഡുകൾ വെക്കുന്നതിനുള്ള അനുമതി നൽകുകയെന്ന് മേയർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോൾ ഫ്ലക്സ് ബോർഡുകൾ അവരുടെ തന്നെ ചിലവിൽ മാറ്റേണ്ടിയും വരും. ഹരി വിതുരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം ചിറയൻ കീഴിൽ വൻ ലഹരിവേട്ട. വിപണിയിൽ 4 കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അഴൂർ തെറ്റിച്ചിറയിലെ ഗോഡൌണിൽ പോലീസ് പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം കണ്ടെത്തുകയായിരുന്നു. കുപ്പിവെള്ള ബിസിനസിന്റെ മറവിലാണ് വിൽപ്പന. സംഭവവുമായി ബന്ധപ്പെട്ട് അഴൂർ സ്വദേശി ശംഭു മോഹനെ പോലീസ് പിടികൂടി. 200ഓളം ചാക്കുകളിലായാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. വിപണിയിൽ 4 കോടിയോളം രൂപ വില വരുമെന്ന് പോലീസ് പറയുന്നു. ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശിയുടേതാണ് ഈ ഗോഡൌൺ. ആറ്റിങ്ങൽ ചിറയൻകീഴ് ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനക്കാർക്ക് ഇവിടെ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു. ഉത്സവകാല സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ആയിരുന്നു പരിശോധന. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശരണമന്ത്ര മുഖരിതമാണ് സന്നിധാനം. 12 മണിവരെ 45,000-ഓളം ഭക്തർ ദർശനം നടത്തി. എരുമേലി വഴിയുള്ള കാനനപാതയിലൂടെ സഞ്ചരിക്കുന്ന ഭക്തർക്ക് പ്രത്യേക ദർശനം നൽകുന്ന സംവിധാനം ഇന്നു മുതൽ നിലവിൽ വന്നു. സന്നിധാനം ADM ഡോക്ടർ അരുൺ S. നായർ മുക്കുഴിയിൽ പാസ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പമ്പയിൽ നിന്നെത്തുന്ന ഭക്തർക്ക് നടപ്പന്തലിൽ ക്യൂ നിൽക്കാതെ വാവർ നടവഴി പാസ് കാണിച്ച് 18ാം പടി കയറാം. ഇന്നലെ 88,561 ഭക്തരാണ് ശബരിമലയിൽ എത്തിയത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. MS സൊല്യൂഷനിൽ ചോദ്യപേപ്പർ എത്തിയത് എങ്ങനെയെന്ന് അറിയില്ലെന്ന് കോഴിക്കോട് DDE മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർന്നെന്ന് സംശയമുണ്ടെന്നും DDE അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇപ്പോൾ ഈ DDE നൽകിയിരിക്കുന്ന ഈ മൊഴി അനുസരിച്ച് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് എന്ന കാര്യം അറിയില്ല എന്നല്ലേ? ഇന്നലെ ഈ അന്വേഷണ സംഘം ആദ്യ ഘട്ടത്തിൽ യോഗം ചേർന്നു. അതിനുശേഷമാണ് DDയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. DDയുടെ മൊഴി അനുസരിച്ച് ഈ ചോദ്യപേപ്പർ ചോർന്നതായി കരുതുന്നു. കാരണം ഈ പരീക്ഷയ്ക്ക് വന്ന അതേ ചോദ്യങ്ങൾ അതേപടി ഈ പരീക്ഷ ചർച്ചയിൽ തലേദിവസം യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഏത് രീതിയിലാണ് ഈ ചോർച്ച നടന്നത് എന്ന് വ്യക്തമായ രൂപമില്ല. അധ്യാപകരുടെ പങ്കോടുകൂടിയാണോ ഈ ചോർച്ച നടന്നതെന്ന് വിശ്വസിക്കുന്നില്ല എന്നും പറയുന്നു. എന്തായാലും ഈ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെയാണ് അദ്ദേഹം അന്വേഷണ സംഘം മുമ്പാകെ വെച്ചിരിക്കുന്നതും. പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ആദ്യം DDയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇനി AEOയും DEO അടക്കമുള്ളവരുടെ മൊഴികളും അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും. അതിന് ശേഷമാവും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരുപക്ഷെ ഈ കേസ് രജിസ്റ്റർ ചെയ്യും, FIR ഇടും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീടായിരിക്കും ഈ MS സൊല്യൂഷൻസിലെ ഉടമ ഷുഹൈബിന്റെയും ഒപ്പം മറ്റ് ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയ അധ്യാപകരടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ ഗൗരവമായ തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു വശത്ത് അന്വേഷണം പുരോഗമിക്കുമ്പോഴും മറുവശത്ത് MS സൊല്യൂഷൻസ് ഇന്നലെ രാത്രിയും ഇത്തരത്തില് ചോദ്യക്കടലാസ് ചർച്ച സംഘടിപ്പിച്ചിരുന്നു. ഒപ്പം പുതിയ 2 യൂട്യൂബ് ചാനലുകൾ കൂടി 8-9 ക്ലാസുകൾക്ക് വേണ്ടി തുടങ്ങുകയാണ് എന്നും അറിയിച്ചു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ MS സൊല്യൂഷൻസും മുന്നോട്ട് പോകുന്നത്. മഞ്ജുഷ്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകി. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് പണം ചോദിച്ചുള്ള കേന്ദ്ര സർക്കാർ ബില്ലുകളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഹൈക്കോടതി. കേന്ദ്രം നൽകിയ 132 കോടി രൂപ
വയനാട് ദുരന്തത്തിന് ചെലവായത് 13 കോടി മാത്രമാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. 2016-2017 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർ ലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നതെന്ന് കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഹൈക്കോടതി പറഞ്ഞു. അടുത്ത 6 മാസമെങ്കിലും കാത്തിരുന്ന ശേഷം തുക ആവശ്യപ്പെട്ടാൽ പോരെയെന്നും ഹൈക്കോടതി ചോദിച്ചു. കേന്ദ്രം നൽകിയ ബില്ലിൽ കൃത്യമായ മറുപടി നൽകാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ അനിവാര്യമായ ഇളവുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7135, പവന് 57,080. 18 ക്യാരറ്റ് ഗ്രാമിന് 5890, പവന് 47,120. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം അശ്വതി പിള്ള ചേരും.